PV എന്ന ചുരുക്കപ്പേര് അതിനകത്തുണ്ട്. ആ PV എന്ന ചുരുക്കപ്പേര് നിയമവിരുദ്ധമായ രീതിയിൽ സംഭാവന കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. രണ്ട്, എക്സാലോജിക്കിന് 1.72 കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ചയായ വിഷയമാണ്. അക്കാര്യത്തിൽ ആദ്യം ROCയുടെ അന്വേഷണം നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം ROC ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം SFIO, അത് കഴിഞ്ഞതിന് ശേഷം ED അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കേസായിട്ട് ഒരുപക്ഷെ പ്രചരിപ്പിക്കുന്നുണ്ടാവുക. ഇതൊക്കെ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടോ. സാധാരണഗതിയിൽ ഒരു ആളൊരു കമ്പനി നടത്തുന്നു. ആ കമ്പനി നടത്തി എൻ്റെ മകളായി പോയി എന്നുള്ളത് മാത്രമേ ഇവിടെയുള്ളൂ. എത്ര കമ്പനികൾ ആളുകൾ നടത്തുന്നുണ്ട്? ആരൊക്കെ കമ്പനി നടത്തുന്നുണ്ട്? ആ കമ്പനി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനി കൊടുക്കുന്ന സേവനത്തിന് പ്രതിഫലം വാങ്ങുമല്ലോ. ആ പ്രതിഫലം പറ്റുമല്ലോ സാധാരണ നിലക്ക്. ആ പ്രതിഫലം ഏതെങ്കിലും നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണോ? പ്രതിഫലം രേഖപ്രകാരമാണല്ലോ, കൃത്യമായ അക്കൗണ്ടിലൂടെയാണല്ലോ വരുന്നത്. ആ അക്കൗണ്ട് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? ഈ രണ്ട് കമ്പനികൾ മറച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് കമ്പനികളുടെയും അക്കൗണ്ടിൽ അതുണ്ടല്ലോ. ആ വിവരം അതേപോലെ തന്നെ ഇൻകം ടാക്സിനും പോകുന്നുണ്ടല്ലോ. കമ്പനി സ്റ്റേറ്റ്മെൻറ്റിലും പോകുന്നുണ്ട്, ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലും പോകുന്നുണ്ട്. ഇനി എവിടെയാണതിന്? അപ്പോൾ എങ്ങനെയാണ് ആളെ കൊടുക്കാൻ പറ്റുക എന്നുള്ള ഒരു ഗവേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയൊരു വിഷയം എന്നല്ലാതെ ഇതിൻ്റെ ഭാഗമായി നിയമപരമായിട്ടൊരു കാര്യമില്ലല്ലോ. നിയമപരമായി എല്ലാം സുതാര്യമായി നടന്നതാണല്ലോ. നിയമപരമായി സുതാര്യമായി നടന്നൊരു കാര്യത്തിൽ എന്ത് നടപടിയാണ് എടുക്കാൻ പറ്റുക? സാധാരണഗതിയിൽ ഒരു നടപടിയും എടുക്കാൻ പറ്റില്ല. അതാണ് വസ്തുത. അത് സാധാരണ നിയമം പാലിച്ചു പോവുകയാണെങ്കിൽ ഒരു നടപടിയുമില്ല. അതല്ലേ കാണേണ്ടത്. ആളുകൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നടപടി വരുമോ? ആളുകൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് നടപടി വരില്ലല്ലോ. നിയമപരമായിട്ട് കുറ്റം ഉണ്ടാവണ്ടേ? ഒരു കുറ്റവും അതിനകത്ത് ഉണ്ടാകുന്നില്ലല്ലോ. അതല്ലേ കാണേണ്ടത്. ഇപ്പോൾ ROCയിലെ റെഗുലർ അന്വേഷണം, പിന്നീട് 4 അംഗ സമിതി, ആ 4 അംഗ സമിതി കഴിഞ്ഞതിന് ശേഷം SFIOയ്ക്ക് ശേഷം ED എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാഴ്ചപ്പാടാണോ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് CMRൽ ഒട്ടേറെ ആളുകൾക്ക് സാധാരണഗതിയിൽ 20,000 രൂപയാണ് സംഭാവനയായി ക്യാഷ് സ്വീകരിക്കാൻ സാധിക്കുക. ഇത് കോടികൾ വാങ്ങിയതായി ആദായ നികുതി വകുപ്പിൻ്റെ തന്നെ അസസ്മെന്റ് വരും. അത് വേറെ ഇത് വേറെ, അത് വേറൊരു ഭാഗമാണ്. ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ ഈ കമ്പനി ഇത്തരം കാര്യങ്ങൾ പിന്നെ വാങ്ങിയതെല്ലാം റെക്കോർഡിലുള്ളതാണല്ലോ. ആ റെക്കോർഡിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ആ അന്വേഷണം എല്ലാവരും നടന്നത് എന്തിനാണ്? ആ അന്വേഷണത്തിൽ ഇന്നയാളുടെ മകളാണ് എന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വന്നല്ലോ. അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടലിൻ്റെ ഭാഗമായി ഈ അന്വേഷണ സംവിധാനത്തെ പരമാവധി ദുരുപയോഗിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ നിയമപ്രകാരം നിൽക്കാത്ത കാര്യമായതുകൊണ്ടല്ലേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. അതല്ലേ വസ്തുത. അതല്ലേ കാണാൻ പറ്റുക. അത് പിണറായിയും BJPയും തമ്മിലുള്ള അന്തർധാരയാണ് എന്നാണ് UDF, VD സതീശൻ, K സുധാകരൻ. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നില അതാണ്. കെജ്രിവാളിനോട് ചോദിച്ചല്ലോ എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതേ ചോദ്യമാണല്ലോ ഇവിടെയും വന്ന് ചോദിച്ചത്. നിങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തപ്പുകൂട്ടുകാരായിട്ട് മാറുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗമായി മാറുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പിന്തുണ കൊടുക്കുന്നവരായി മാറുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതാണ് കാണേണ്ടത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ വളരെ നിശ്ചിതമായ വിമർശനമാണല്ലോ താങ്കൾക്കെതിരെ ഉന്നയിക്കുന്നത്. അന്ന് മനോരമയിൽ വന്ന ഒരു ലേഖനം ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. CPMൽ തിരുത്തൽ ശക്തികൾ ദുർബലമാകുന്നു, ആരോപണം നേരിടുന്നവർ അന്വേഷണം നേരിടട്ടെ എന്ന മുൻ നിലപാട് വഴിമാറി. സെക്രട്ടേറിയറ്റിൽ പോലും വിമർശനപരമായ ചർച്ചകൾ നടക്കുന്നില്ല. നിർണായക തീരുമാനമെടുക്കേണ്ട കേന്ദ്ര നേതൃത്വം ദുർബലരായി. ബിനീഷ് കോടിയേരി ആരോപണം നേരിട്ടപ്പോൾ അന്വേഷണം നേരിടട്ടെ എന്നായിരുന്നു നിലപാട്. പക്ഷേ അതല്ല താങ്കളുടെ മകൾ ആരോപണം നേരിട്ടപ്പോൾ ഉണ്ടായത്. മലയാള മനോരമ നല്ല ഉദ്ദേശത്തോടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. മലയാള മനോരമയ്ക്ക് എങ്ങനെയെങ്കിലും CPIMനെ തകർക്കണം എന്ന ഉദ്ദേശം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായി അവർ ഒട്ടേറെ കാര്യങ്ങൾ സാധാരണ ചെയ്യാറുണ്ട്. പിന്നെ ഈ കേരളത്തിൽ ഞാൻ എന്ന വ്യക്തി ഇന്നലെയോ ഇന്നോ ഒരു ആക്രമണം നേരിടുന്നയാളല്ല.
ദശാബ്ദങ്ങളായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടുന്ന ഒരാളാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഒരു വൃത്തമുണ്ട്. ആ വൃത്തം എല്ലാ കാലത്തും ചില ആക്രമണങ്ങൾക്ക് സജ്ജമായി വന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, അതിന് മുൻപിലുള്ള എത്രയോ തെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ നാം കണ്ടതാണ്. ഈ വൃത്തത്തെ വലിയ തോതിൽ പിന്താങ്ങുന്ന സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മലയാള മനോരമയടക്കമുള്ള ചില മാധ്യമ ശൃംഖലകളുമുണ്ട്. അവരെല്ലാം വലിയ തോതിൽ പിന്തുണ കൊടുത്താണ് ഈ വൃത്തത്തെ നല്ലതുപോലെ ഇളക്കി വിട്ടിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അവരുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി മാത്രമാണത്. എന്നിട്ടും ഞാൻ തകരാതെ നിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് തകരാതെ നിൽക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൈകൾ ശുദ്ധമായിരിക്കണം. ആ ശുദ്ധമായ കൈകളുള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കുന്നത്.